നയനാർ പാർക്കിലാണ്. നയനാർ പാർക്കിൽ മൺസ് കോക്ടെയിൽ എന്ന് പറഞ്ഞ പെറ്റ് ഷോപ്പിൻ്റെ ഒരു പെറ്റ് ഷോ ഉണ്ട് നടക്കുന്നുണ്ട് അന്നേരം ഇവിടെ. അതേപോലെ തന്നെ നമ്മളെ നേഴ്സറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അന്നേരം അതാണ്ട് ഇത് ഏത് വെറൈറ്റി ഇഗ്വാൻ ഏത് വെറൈറ്റിയാണ്? ഗ്രീൻ ആണോ? അതുപോലെ ഇത് റോയൽ ബോൾ പൈതൺ എന്ന് പറയുന്ന പൈതൺ വെറൈറ്റിയിൽ വരുന്നതാണ്. നമ്മൾ പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പൈതണാണ്. പെറ്റ് ഷോപ്പിലൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. അതേപോലെ തന്നെ കണ്ടില്ലേ, ഇവരുടെ ഒരു മാസ്റ്റർ പീസാണ്. അതിനെല്ലാം നമുക്ക് കാണാം, എടുക്കാം. അതേപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു വെറൈറ്റിയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ റയറായിട്ടുള്ള കുറേ തത്തകൾ, അതേപോലെ തന്നെ പറക്കുന്ന അണ്ണ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കണ്ടു. അന്നേരം ഇതിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വളഞ്ഞിയിലൊക്കെ പോയിട്ടൊന്ന് ഇത്രയും കൂടെ. എടുത്ത വീഡിയോ എവിടെ? കൊല്ലം ആശ്രമം മൈതാനത്ത് എക്സിബിഷനൊക്കെ കഴിഞ്ഞു. അന്നേരം പുതിയ ഒരു തറയിലേക്ക് നമ്മൾ പോവുകയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ അപ്പുറത്ത് നയനാർ പാർക്ക്, തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. അതായത് പുത്തിരിക്കണ്ടം മൈതാനമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നയനാർ പാർക്കുണ്ട്. നയനാർ പാർക്കിൽ നമ്മൾ ഒരു ചെറിയ എക്സിബിഷൻ, അത് ഒരുപാട് സ്ഥലമില്ല, കുറച്ച് ഐറ്റം വെക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം അവിടെ മാവും പ്ലാവും എല്ലാം കുറേ ഐറ്റമൊക്കെ നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. അന്നേരം തിരുവനന്തപുരത്തിന് 8 ദിവസം ദീപാവലി വരെ അവിടെ ആയിരിക്കും. അന്നേരം അവിടെ വെച്ച് കാണാം. അന്നേരം നമ്മൾ ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്ന സാധനങ്ങളെല്ലാം അതാണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ പ്ലാന്റുകളെല്ലാം പാക്ക് ചെയ്യുന്നത്. ബോർഡൊക്കെ താണ്ട് ഇളക്കുന്നു. അന്നേരം നല്ല നല്ല പ്ലാന്റുകൾ നോക്കി സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് കുറേ ഡാമേജ് വരും, അതെല്ലാം മാറ്റും. അതിനുശേഷമാണ് നമ്മൾ നല്ല നല്ല പ്ലാന്റുകൾ നോക്കി നമ്മൾ തിരുവനന്തപുരത്തേക്ക്, അതായത് നയനാർ പാർക്കിലേക്കാണ് ഇപ്പോൾ അടുത്ത പ്ലാന്റുകളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് ഇല്ല, ഉള്ള ഭാഗത്ത് താണ്ടെ അടിപൊളിയായിട്ട് നയനാർ പാർക്കിൽ കൊണ്ടുവന്നു. ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് ഓരോ ഐറ്റമായിട്ടാണ് വെക്കുന്നത്. ചക്കനെല്ലിയാവട്ടെ, അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. യെസ്റ്റർഡേ ടു ടുമാറോ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. യെസ്റ്റർഡേ ടു ടുമാറോ തന്നെ ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണ്. അത് മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ തൈ ഓവറായിട്ട് വിറ്റ് പോകത്തുള്ളൂ. അന്നേരം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചട്ടി നിർത്തി കായ്ക്കുന്ന കുറച്ച് കുറ്റിക്കുരുമുളക്. അത് സ്പേസിൻ്റെ കുറവുണ്ടായതുകൊണ്ട് എല്ലാം കുറേശ്ശെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ മിറാക്കിൾ ഫ്രൂട്ട്, അതേപോലെ തന്നെ വേരിഗേറ്റഡ് പേരയ്ക്ക, അതേപോലെ തന്നെ ബ്രെഡ് ഫ്രൂട്ട്, ഷീമപ്ലാവിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്, അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിച്ച് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തിരുവനന്തപുരമാണേ അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്. തിരുവനന്തപുരത്തുള്ള ഒരുപാട് പേര് ഏകദേശം ഒരു 3 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ തിരുവനന്തപുരം ഇപ്പം വന്നേക്കുന്നത്. അവിടെ ഏതാണ്ട് ഇതേപോലെ തന്നെ തറകൾ ഒരുക്കി സെറ്റ് ചെയ്താണ് ഇപ്പം പ്ലാന്റുകൾ വെച്ചേക്കുന്നത്. വെച്ച് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആദ്യമേ എല്ലാം കൊണ്ടൊന്ന് വെച്ചതിന് ശേഷം കുറേ പ്ലാന്റുകളൊക്കെ ആയിട്ട് അടുക്കി ഓരോ സൈഡായിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പാസേജിൻ്റെ 2 സൈഡിലായിട്ടാണ് പ്ലാന്റ് വെച്ചേക്കുന്നത്. ഒരുപാട് ഏരിയ ഇല്ലാത്തതിനാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കുറേ പ്ലാന്റുകൾ ഇപ്പം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ തന്നെ സെറ്റ് ചെയ്താണ് പ്ലാന്റ് കൊണ്ടുവന്നേക്കുന്നത്. അതാണ് യെസ്റ്റർഡേ ടുമാറോ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വലിയൊരു പ്ലാന്റാണ് അതിനകത്ത് മദർ പ്ലാന്റായിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് തന്നെ കാണാൻ പറ്റും ഡാർക്ക് വയലറ്റ് കളർ, ഒരു ചെറിയൊരു റോസ് നിറത്തിൽ വന്നു. മൂന്നാമത്തെ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് കളറിൽ നല്ല വെള്ള കളറിൽ ഇരിക്കുന്നു കണ്ടോ. അതേപോലെ തന്നെ ചാമ്പ, ലവലോലിക്ക, ശീമനെല്ലിക്ക, അരിനെല്ലിക്ക, കുറച്ച് അരാലിയ ബോളിൻ്റെ ചട്ടിയിലുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ അത് ജസ്റ്റ് എല്ലാം കുറേശ്ശെ ഒരുപാട് സ്പേസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതിനാലാണ്. അതുപോലെ ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈ, അതേപോലെ തന്നെ ലെൻഡാന എന്ന് പറഞ്ഞാൽ പഴയ പൂച്ചെടി, അതേപോലെ തന്നെ ബ്രൈഡൽ ബൊക്കെ ഫ്ലവറോട് കൂടി ഉള്ളത് തീരുന്നതനുസരിച്ച് നമുക്ക് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരാം. എന്തായാലും ദീപാവലി ദിവസം വരെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഉള്ള സാധനങ്ങൾ കുറേശ്ശൊക്കെ വൃത്തിയുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം കുരുമുളക്, വള്ളിക്കുരുമുളക്, അതേപോലെ തന്നെ കുറച്ച് ഇൻഡോർ ഐറ്റംസ്, അതായത് ബിഗോണിയ, അതേപോലെ തന്നെ ലവ് അലക്കേഷ്യ, അതേപോലെ തന്നെ ഫിഡിലി ഫിഗ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, അതേപോലെ കുറച്ച് ഹാങ് പ്ലാന്റ്സ് എല്ലാം കൂടെ കുറച്ച് ഏരിയയിൽ വെക്കത്തക്ക രീതിയിൽ അതേപോലെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടെങ്കിൽ, അഥവാ ഒരു നഴ്സറി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ചെറിയ നഴ്സറി തട്ടിക്കൂട്ടിയെടുക്കാം. അത് ഒരു വരുമാനം കിട്ടുകയും ചെയ്യും, വരുമാനം ആവുകയും ചെയ്യും. അതേപോലെ തന്നെ എല്ലാത്തിനും ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ അതുപോലെ നമ്മൾ കുള്ളം കുടംപുളി, ഒരുപാട് ഉയരം പോകാതെ തീരെ ചെറുതിലായിരിക്കുന്ന കുള്ളം കുടംപുളി, അതുപോലെ തന്നെ പേര വെറൈറ്റി 2-3 വെറൈറ്റി, അതുപോലെ തന്നെ തായ്ലൻഡ് ജംബോ പേരയ്ക്ക, അതുപോലെ തന്നെ ഡിസംബർ മാസം കായ്ക്കുന്ന വരിക്കച്ചക്ക, ഡിസംബർ ഹണി, അതുപോലെ തന്നെ ആയുർജാക്ക്, അങ്ങനെ കുറച്ച് വിയറ്റ്നാം എർലി ഗോൾഡ്, അങ്ങനെയുള്ള വെറൈറ്റീസാണ് എനിക്ക് കുറച്ച് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് അത്യാവശ്യം ചിലവുള്ള സാധനമാണ്. അങ്ങനെ അതെല്ലാം കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൽ 7 ഡേയ്സ് റോസ് കുറേ ആളുകൾ ചോദിച്ചു തിരക്കി കിടക്കുന്ന സാധനമാണ്. നമ്മൾ കൊല്ലത്ത് തന്നെ വെച്ച് ഒരുപാട് പേര് വന്നു. ഇവിടെ ഒരു 100 പ്ലാന്റ് അതിൻ്റെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൽ സ്റ്റാർലൈറ്റ് ഫൈക്കസ് ഒരുപാട് പേര് എപ്പോഴും തിരക്കി കിടക്കുന്ന സാധനമാണ്. സ്റ്റാർലൈറ്റ് ഫൈക്കസ് അതും കുറച്ച് പ്ലാന്റുകൾ, അതുപോലെ യുജീനിയ
പ്ലാന്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അകത്തോട്ടൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ കുറേ കിളികൾ, അതാണ്ട് കിളികളൊക്കെ വലിയ വലിയ കൂടുകളിനകത്താണ്. അതുപോലെ കുറേ പൂച്ച, പല വെറൈറ്റി, അതിനെല്ലാം അത്യാവശ്യമൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനും അതാണ്ട് അതേപോലെ തന്നെ കുറേ പാരറ്റ് വെറൈറ്റി, കൊണിയൂർ വെറൈറ്റീസ്, അതേപോലെ തന്നെ പല വെറൈറ്റി പേർഷ്യൻ ക്യാറ്റ്, അതേപോലെ തന്നെ വൈൽഡല്ലാത്ത വെറൈറ്റികളെല്ലാം നമുക്ക് ഡിസ്പ്ലേക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ റാബിറ്റ്, അതേപോലെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഒന്ന് പഠിക്കാനും ഒരു റിലാക്സേഷൻ. നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഇതേപോലെ ഒരു ഫെസ്റ്റൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് കാണാൻ എല്ലാവർക്കും ഒരു കൗതുകമൊക്കെ ആയി. അതേപോലെ തന്നെ കുറേ പിങ്ക് വെറൈറ്റീസ്, അതുപോലെ തന്നെ കൊണിയൂർ വെറൈറ്റീസ് തന്നെയുണ്ടല്ലേ, പല വെറൈറ്റികൾ സാധനങ്ങൾ കാണാനും ഒക്കെ ഒരു ഇമ്പുണ്ട് തന്നെയല്ലേ. ഇത് സൺ കൊണിയൂർ, അതേപോലെ ജെൻഡ കൊണിയൂർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടേക്കുന്നതിനകത്ത്. അതേപോലെ തന്നെ അതാണ്ട് ഇത് റെയിൻബോ ലോറി, അതേപോലെ കുറേ സാധനങ്ങളുണ്ട്. വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ട് മുതലാക്കി പോകാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള പലതരം തത്തകൾ, അത് വിദേശ ഇനം തത്തകൾ. അതേപോലെ ഇതിപ്പോൾ ഞങ്ങൾക്ക് തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള നയനാർ പാർക്കിലാണ്. അന്നേരം അറിയാമല്ലോ, ഇച്ചിരി നോയ്സൊക്കെ കണ്ടെന്നിരിക്കും. ഒന്നും ഞാൻ പ്രത്യേകം മാറി നിന്ന് റെക്കോർഡ് ചെയ്ത് പറയുന്നതൊന്നുമല്ല. അന്നേരം കോക്ടെയിൽ, അന്നേരം പല സാധനങ്ങൾ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അഥവാ എന്തെങ്കിലും നോയ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നെങ്കിൽ ദയവ് ചെയ്ത് സഹകരിക്കുക, ക്ഷമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ട് ഇവിടെ. അതായത് ഒരു അക്വാ ഫെസ്റ്റ് അല്ലെങ്കിൽ ഒരു പെറ്റ് ഷോ കണ്ട് ഒരു മനസ്സ് നിറഞ്ഞ് പോത്തക്ക രീതിയിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോപ്പിങ്ങിനായിട്ട് കുറേ സാധനങ്ങളുണ്ട്. കുറച്ച് തുണിയാണെങ്കിൽ, അതേപോലെ തന്നെ മുട്ടായി, അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ, ചെറിയൊരു ഗെയിമിംഗ് സെൻ്ററുണ്ട്. അതേപോലെ തന്നെ ബജി, പനിപ്പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ഫുഡ് കോർട്ട്, ചെറിയൊരു ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, അന്നേരം ഇതിൻ്റെ നിങ്ങൾ കൊല്ലം വിട്ട് ഇപ്പം വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് ഇതിൻ്റെയൊക്കെ കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നേഴ്സിന് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റേതായ ഒരു കഷ്ടപ്പാടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ഡ്രൈവറാണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായ കുറേ കഷ്ടപ്പാടുണ്ട്. ആ ഒരു സമയത്തും നമുക്ക് ഇതേപോലുള്ള ചെറിയ ഒരു റിലാക്സേഷൻ കിട്ടാനായിട്ട് ഇതേപോലൊരു എക്സിബിഷനിലൊക്കെ വരുന്ന സമയത്ത് കയറി കാണുന്നതൊക്കെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ അച്ചാറ്, പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ. അത്യാവശ്യം വീട്ടുപകരണങ്ങൾ എല്ലാം, കുറേ കപ്പ്, ഒരുപാട് സാധനങ്ങളുണ്ട്. വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും ഇതിനകത്ത് കാണാനായിട്ട് സാധിച്ചു. ഓക്കെ, അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ഇനിയും വീണ്ടും നിങ്ങളുടെ ഒരു പ്രോത്സാഹനം നമുക്ക് ഉണ്ടാവണം. അന്നേരം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതേപോലെ മറക്കണ്ട, നമ്മുടെ ചാനലിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ നമുക്കൊന്ന് എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കതേപോലെ തന്നെ നേരിട്ട് കാണാം.